ഗുരുവോം തത്സത്. നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം. മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം. മന്ത്രം 34. ഓം കരുമന ചെയ്തു കളിച്ചു കള്ളമെല്ലാം കരളിലമർത്തിയൊരൽപ്പനെ കുറിച്ച് കരുണയിരുത്തി അനുഗ്രഹിച്ചിടേണം. കരപെരുകി കവിയും സമുദ്രമേ നീ. കരുമന ചെയ്തു കളിച്ചു, ഒരു തമാശ പോലെ കടും കൈകൾ ചെയ്ത്, കള്ളമെല്ലാം കരളിലമർത്തി അതൊന്നും ആരും അറിയാതെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കാറുണ്ടായിരുന്ന ഒരൽപ്പനെക്കുറിച്ച്, വെറും ഒരൽപ്പനാണ് ഞാൻ, അങ്ങനെയുള്ള എന്നെക്കുറിച്ച് കരുണയിരുത്തി കാരുണ്യത്തോടുകൂടി അനുഗ്രഹിച്ചിടണം, അനുഗ്രഹിക്കുമാറാകണം. കരപെരുകി കവിയും സമുദ്രമേ നീ. കാരുണ്യം കരപെരുകി കവിഞ്ഞൊഴുകുന്ന സമുദ്രമാണല്ലോ നീ. ഒരു തമാശ എന്ന വണ്ണം കടും കൈകൾ ചെയ്തിട്ട് അതൊന്നും ആരും അറിയാതിരിക്കത്തക്കവണ്ണം ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്ന സ്വഭാവത്തോടു കൂടിയ വെറും ഒരൽപ്പനായിരുന്നു ഞാൻ. അങ്ങനെയുള്ള എന്നിൽ കാരുണ്യമുണ്ടായി അനുഗ്രഹിക്കുമാറാകണം. നീ കാരുണ്യം കരകവിഞ്ഞൊഴുകുന്ന കടലാണല്ലോ. തെറ്റെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ എല്ലാവരും ചെയ്യും. ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതോർത്ത് പശ്ചാത്തപിക്കും. ചിലർക്കതൊരു തമാശയാണ്. തെറ്റാണെന്ന് അറിയാവുന്നത് കൊണ്ട് അത് മറ്റാരും അറിയാതെ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും. ഇതൊക്കെ അല്പത്തരത്തിൻ്റെ ലക്ഷണമാണ്. അല്പത്തരം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ആകെ കൂടി കാണാതെ അപ്പോഴപ്പോൾ നേരിടുന്ന രസികതയെ മാത്രം വെച്ചുകൊണ്ട് ജീവിതത്തെ കാണുന്ന സ്വഭാവം. അല്പം എന്നതിൻ്റെ വിപരീതമാണ് ഭൂമാവ്. ഭൂമാവിന് ഏറ്റവും വലിപ്പമുള്ളത്, മഹിമയാർന്നത്, പ്രഭാവമേറിയത് എന്നൊക്കെ അർത്ഥമുണ്ട്. ആ ഭൂമാവ് വാസ്തവത്തിൽ നീ തന്നെയാണ്, അതായത് പരമ്പൊരുളാണ്. മറ്റൊന്നിനും അവകാശപ്പെടാവുന്ന പദവിയല്ല ഭൂമാവിനുള്ളത്. എൻ്റെ അല്പത്തം കൊണ്ട് ഞാൻ ഓരോ വികൃതി കാണിക്കുമ്പോൾ നീ അതിനെയൊക്കെ കാണുന്നത് ഭൂമാവിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ്. നിനക്കറിയാം നീയാകുന്ന പൊരുളിൽ സംഭവിച്ചുകൂടാത്തതായി ഒന്നുമില്ലെന്ന്. അക്കൂട്ടത്തിൽപ്പെടുന്നവ തന്നെയാണ് ഞാൻ കാണിക്കുന്ന വികൃതികളും. ഞാൻ വികൃതികൾ കാണിക്കുകയും അത് ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുകയും പശ്ചാത്തപിക്കുകയും ഒക്കെ ചെയ്യുന്നത് നീ കാണുന്നുണ്ട്. അതിനെ നീ ദർശിക്കുന്നത് നീയാകുന്ന പൊരുളിൽ തന്നെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികൃതികളുടെ ഭാഗമാണല്ലോ ഇതെല്ലാം എന്നായിരിക്കും. ഓരോരോ വിശേഷ സ്വഭാവത്തോടു കൂടി ഉണ്ടാകുന്ന എല്ലാ കൃതികളും വികൃതികളാണല്ലോ. ആ വികൃതിയിൽ നന്മയെന്നോ തിന്മയെന്നോ ഉള്ള വകതിരിവിനൊന്നും സ്ഥാനമില്ല. എൻ്റെ വികൃതികൾ തെറ്റായിരിക്കുന്നത് നിന്റെ കാഴ്ചപ്പാടിലല്ല, എൻ്റെ കാഴ്ചപ്പാടിലാണ്. വാസ്തവത്തിൽ അത് ഇടുങ്ങിയ കാഴ്ചപ്പാടാണ്. ആ ഇടുങ്ങിയ സ്വഭാവം മാറി എൻ്റെ കാഴ്ചപ്പാടിന് നിൻ്റേതിനോളം വിശാലത കൈവന്നെങ്കിൽ എൻ്റെ പ്രവൃത്തികളിൽ ഞാനും തെറ്റും ശരിയും കാണുമായിരുന്നില്ല. എൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും വിശാലത കൈവരുമായിരുന്നു. അവ അതിനിണങ്ങുന്നതുമാകുമായിരുന്നു. തെറ്റും ശരിയും എന്ന ഭേദചിന്തയ്ക്ക് സ്ഥാനമില്ലാത്തതും പരമമായ അർത്ഥത്തിലുള്ളതുമായ ശരിയായിരിക്കും അവ. പക്ഷെ ആ കാഴ്ചപ്പാട് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ തെറ്റുകളുടെയും ശരികളുടെയും ലോകത്തിൽ തമാശയായി തെറ്റു ചെയ്യുകയും ഒളിച്ചു വയ്ക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ട് നീ ഊറിച്ചിരിക്കുന്നുണ്ടായിരിക്കും. നിൻ്റേതുപോലെയുള്ള അതിവിശാലമായ കാഴ്ചപ്പാട് ഉണ്ടാകുന്നതിനപ്പുറമുള്ള ഒരു അനുഗ്രഹം ജീവിതത്തിൽ കിട്ടാനുമില്ല. അതിന് നിന്റെ കാരുണ്യം കൂടിയേ തീരൂ. അല്പനായ എനിക്ക് അല്പം കാരുണ്യം പകർന്നു തരാൻ നിനക്കൊരു പ്രയാസവുമില്ലല്ലോ. ആ കാരുണ്യം തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് നീ. അതിൽ നിന്നും ഒരു തുള്ളി എനിക്ക് തന്നാൽ ഞാനും ശരി തെറ്റുകളുടെ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടും. എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷപ്പെടും. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. സർവ്വസാധാരണമായിരിക്കുന്ന ഈ സത്യത്തിൻ്റെ ഒരല്പം മാത്രം മതി ഏറ്റവും വലിയ ഭയത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ എന്നാണല്ലോ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ഗുരുവോം തത്സത്.